ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു കുഞ്ഞു വിഷു വ്ളോഗാണ്. നമ്മളെ വിഷു ഉത്തരാഖണ്ഡിലായതുകൊണ്ട് തന്നെ അത്ര വലിയ കളറ് കാര്യങ്ങളൊന്നും ഇല്ലാവില്ല കേട്ടോ. നാട്ടിലെ പോലെ വലിയ ആഘോഷങ്ങളൊന്നും ഇവിടെ ഇല്ല. കാരണം ഇവിടെ വിഷു ആർക്കും ഇല്ല, നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തന്നെയാണ് ആഘോഷിക്കാറ്. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മളെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഫസ്റ്റ് തന്നെ ഏട്ടന് ഡ്രസ്സ് നോക്കാനാണ് പോയത്. പിന്നെ ഋഷിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അവിടെ കുറേ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും ഡ്രസ്സിന് കാര്യങ്ങൾക്കൊക്കെ. പിന്നെ നമ്മുടെ നാട്ടിലെ പോലത്തുള്ള ഡിസൈനിനേക്കാളും കൂടുതലായിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ഡിസൈന് കാര്യങ്ങളൊക്കെയാണ് എന്തിലാണെങ്കിലും. ഇപ്പോൾ സാരിയിലാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലുള്ള ഷർട്ട്സ് അങ്ങനെ എല്ലാത്തിലും കുറച്ചൊരു നോർത്ത് ഇന്ത്യൻ ടച്ച് ഉണ്ടാവും. ഞാൻ പോയി വന്നതിന് ശേഷം ഇവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ, വിളക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച്. വിഷുവിൻ്റെ തലേന്ന് ഉണ്ടാവുന്ന എല്ലാ കലാപരിപാടികളാണല്ലോ, അപ്പോൾ അതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം തന്നെ നമ്മൾ ചെറുതായ രീതിയിലൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു മാലയുടെ ഒരു കൊളാബ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്തത് ഈ വിഷുവിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. എല്ലാം ഞാൻ ചെയ്തു വെച്ചത് തലേ ദിവസമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒന്നിനും ടൈമില്ലാണ്ടായത്. പിന്നെ നമ്മൾ കൊണ്ടുവന്ന വെജിറ്റബിൾസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ബാക്കിയെല്ലാം ഞാൻ പുലർച്ചെ തന്നെ എണീറ്റിട്ടാണ് കേട്ടോ ചെയ്തത്. ഇത് വെജിറ്റബിൾസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. ചെറിയ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റൊക്കെ ഞാൻ തലേന്നേ ചെയ്ത് വെച്ചു. തലേന്ന് ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിളക്ക് കൊളുത്തിയാൽ മാത്രം മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ടൈമിൽ എനിക്ക് ഇത് തലേന്ന് എടുത്ത വീഡിയോ അല്ല തോന്നുന്നു. ഇത് വിളക്കൊക്കെ വെച്ചതിൻ്റെ ശേഷം പിറ്റേന്ന് എടുത്ത വീഡിയോ. ഓൾറെഡി ഞാൻ ഈ സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് പോയി കിടന്നത്. പിന്നെ അതിൽ കുറച്ച് വെള്ളവും പിന്നെ വിളക്കും മാത്രമാണ് ഞാൻ പുലർച്ചയ്ക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം 4:15 കണി ഉണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിലെല്ലാവരും ആ ഒരു ടൈമിൽ വെച്ചപ്പം ഞാനും ആ ടൈമിലാണ് വെച്ചത്. അങ്ങനെ വിഷുക്കണിയൊക്കെ വെച്ച സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ സദ്യയിലേക്ക് കടന്നു. സദ്യയിൽ ഞാൻ കുറച്ച് അധികം വിഭവ പ്രാവശ്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കി എനിക്ക് തോന്നുന്നു ഒരു 18 വിഭവത്തോളം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ചോറൊക്കെ കൂട്ടിയിട്ടോ ഒരു 20 വിഭവത്തിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പം നമുക്കിവിടെ പുറത്തുനിന്ന് ഫുഡൊന്നും മേടിക്കാൻ കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പക്ഷേ സദ്യ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരാളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ഏട്ടൻ ഹെൽപ്പ് ചെയ്തുകൊണ്ട് കുറച്ച് പെട്ടെന്ന് ആയി. എനിക്ക് തോന്നുന്നു ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ സദ്യയൊക്കെ സെറ്റായി. പിന്നെ നമ്മൾ കുറച്ച് നേരം പടകമൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എനിക്ക് തോന്നുന്നു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കുറേ തിരക്കുകളൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ പടകം പൊട്ടിക്കുന്നതായിട്ട് ഏട്ടൻ ഓടുന്നതാണ് കേട്ടോ. കടകളിൽ നമുക്ക് ദീപാവലീൻ്റെ തമിഴിൽ വന്ന ആ ഒരു സ്റ്റോക്കാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിക്കുക. അങ്ങനെ നമ്മളെ സദ്യയൊക്കെ ആയിട്ടോ. സദ്യേൻ്റെ നല്ല അടിപൊളി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറേ ഐറ്റംസ് ഉള്ളൊരു സദ്യയായിരുന്നു. ഞാൻ അതിൻ്റെ ഷോർട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സദ്യയൊക്കെ കഴിച്ച് ലാസ്റ്റ് പായസം കൂടെ കുടിച്ച്. അതാണല്ലോ അതിൻ്റെ ആ ഒരു ഫൈനൽ ടച്ച്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ. അതാണല്ലോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ വിഷുക്കോടി. അപ്പോൾ വിഷുക്കോടിയായിട്ടൊന്നും ഉള്ളതല്ല, അങ്ങനെ അല്ലാണ്ട് അങ്ങനെ എടുത്തതാണ്. അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.